ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് മീഡിയ ബിഗ് ബോസ് ഷോക്ക് ആണ്. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ്. ഇന്ന് ലാലേട്ടൻ വരും. എന്തൊക്കെയായിരിക്കും പ്രധാനമായും ചർച്ചയ്ക്ക് വെക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരാഴ്ചത്തെ സംഭവ വികാസങ്ങൾ എല്ലാം ഉണ്ട്. അതും വലുതാണ്. അതും ടാസ്കിന്റെ ഇടയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് കുറെ ഉണ്ട്. അതെ, പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറച്ചു ദിവസമായിട്ട് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആദ്യം നമ്മുടെ ക്രിഞ്ചനെ അഭിസംബോധന ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാറുള്ളത്. അപ്പം ഈ ആഴ്ച വരികയാണെങ്കിൽ ലാലേട്ടൻ വരുമ്പോ ക്രിഞ്ചനെ കുറിച്ച് എന്തായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്ന കാര്യം? എന്നോടാണ് ചോദ്യം. നിന്നോട് ചോദ്യം. എന്തായിരിക്കും? ഊഹിക്കാവോ? എന്താ? അതായത് കഴിഞ്ഞ തവണ വന്നപ്പോ ഒരു കേസ് ഞാൻ എടുത്തതാ. കേസ് കെട്ട് പതിപ്പിനടിയിൽ ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ രക്ഷപ്പെടുത്തി അവിടെ ഇരുത്തി. അതിനർത്ഥം നിങ്ങൾ ഇതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒന്നും അല്ല VPN ഓണാക്കിയോടെ വെച്ചിട്ടുള്ളത്. എടേ, നിന്നെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുന്നില്ലല്ലോ. അത് മിക്കവാറും അപ്പൊ നീ നിന്റെ കുൽസിതങ്ങൾ തുടരൂ. അല്ല, ഈ ആഴ്ച വരുമ്പോഴും ചോദിക്കാൻ കുൽസിതത്തിന്റെ ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ്. ഫണ്ണായിട്ട് പറഞ്ഞു. അതായത് 5 മണിക്കൂർ ഇരുന്ന് തപ്പിന്ന് പറഞ്ഞു ഞങ്ങളെല്ലാരും. അപ്പൊ എല്ലാവർക്കും എന്താ അത്ര ശുഷ്കാന്തി? ഉണ്ടോ ഉണ്ടോ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ കിട്ടിയോ? പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. കിട്ടിയോ ഇല്ല എന്നുള്ളതല്ല, ഇവർ 5 മണിക്കൂർ തപ്പി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് തപ്പിയിട്ടുണ്ടാവും. എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട് തപ്പലുണ്ടല്ലോ, ആ തപ്പലെങ്കിലും തപ്പിയിട്ടുണ്ട്. എന്തായാലും ക്രിഞ്ചൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയാണ്, ഇനി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തപ്പ ഞങ്ങളും കൂടി വരാം, ഞങ്ങൾക്ക് ഒന്ന് അറിയണം. പിന്നെ മറ്റൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ക്രിഞ്ചൻ ഫാൻസ് അസോസിയേഷൻ എന്ന നിലയിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. ഈ ആഴ്ച തരാനുള്ളത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ ക്രിഞ്ചന്റെ കലാപരിപാടിയായിരുന്നു. അപ്പൊ ചീത്തുള്ളിടാ അവന്റെ കലാപരിപാടി ഞങ്ങൾ ഇത്രയും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ ഭാഗം കിട്ടുമ്പോ എന്തോ സുഖമായിരിക്കും. ഞാൻ ശരിക്കും നമ്മൾ കൊടുക്കേണ്ട രീതിയിലല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് പോലും നിനക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ അപ്പൊ കൊടുക്കേണ്ട രീതിയിലും കൂടെ ഞാൻ തന്നായിരുന്നെങ്കിലോ. അല്ല, ഒരുപാട് സന്തോഷം ക്രിഞ്ചൻ ഫാൻസിന്. എപ്പോഴും 100 കൊടുത്തിട്ട് നിർത്തൂല. അതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ ആ പ്രധാന പ്രശ്നം പറഞ്ഞു. റന ഫാത്തിമയായിട്ടുള്ള വിഷയം തന്നെ കട്ടിലേക്ക് കയറിയിട്ട് കിടക്കാൻ നോക്കിയത് അത് ഉറപ്പായിട്ടും തട്ടിയില്ലാന്നുള്ളൂ, പക്ഷെ കടന്നു. ടച്ച് ചെയ്തോ ടച്ച് ചെയ്തില്ലോ എന്നുള്ളതൊക്കെ പിന്നീട് കാണിച്ച പോക്കൃത്തരത്തെ കുറിച്ച് എന്തായാലും ചോദിക്കാണ്ട് പോകില്ല. അതെ, ക്രിഞ്ചിനത് ഞങ്ങൾക്ക് ഇതൊക്കെ നോർമൽ കാര്യം. നിങ്ങൾക്ക് ഇത് പോക്കൃത്തരം അല്ലല്ല, നിങ്ങൾക്ക് ഇത് സ്ഥിരം നടക്കുന്ന ഒരിക്കലും പോക്കൃത്തരാക്കാൻ പറ്റും. ഞങ്ങളുടെ ശീലങ്ങൾ, ആ ശീലത്തിൽ ഞങ്ങള് ഒരു കുട്ടിയെ കരവലയങ്ങളിൽ പെടുത്തിയിട്ട് വേറുള്ളവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. ക്രിഞ്ചൻ ടീംസ് ഒക്കെ അങ്ങനെ പറയുള്ളൂ. അത് ശരിക്കും റെനയെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു ചെയ്തത് ക്രിഞ്ചൻ. അപ്പോ ഞങ്ങള് വീഡിയോയിൽ നോക്കി. അപ്പോ നിങ്ങള് പ്രൊട്ടക്ട് ചെയ്തത് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ക്രിഞ്ചൻ അവിടെ ഇരുത്താൻ സാധ്യത. ഇനിയും പ്രൊട്ടക്ഷൻ പ്രതീക്ഷിക്കുന്നു. അതെ, VPN ഓണാക്കി. നീ അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ VPN എന്റെ ഫോണിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യില്ലാതെ ഓണായിരിക്കും. എന്താണെങ്കിലും ക്രിഞ്ചന്റെ ആ കാര്യമായിരിക്കും ക്രിഞ്ചന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഏത് രീതിയിലാന്നുള്ളത് അത് നമുക്ക് വൈകിട്ട് അറിയാം. അതെ, അതില് പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റന ഫാത്തിമ അവിടെ അൺകംഫർട്ട് ആണ്. അവിടെ പ്രശ്നമുണ്ട്. പിന്നീട് രണ്ടുപേരും സോറിയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ എന്നാലും അത് ചോദ്യം ചെയ്യാൻ ചാൻസ് കൂടുതലുള്ള കാര്യം തന്നെയാണ്. അല്ല, അൺകംഫർട്ട് എന്നാണോ ഡിസ്കംഫർട്ട് എന്നാണോ മിസ്കംഫർട്ട് എന്നാണോ? മിസ്കംഫർട്ട് എന്നല്ല പറയുന്നത്, ഡിസ്കംഫർട്ട് ആണോ? ഡിസ്കംഫർട്ട് അല്ലല്ലോ. എന്തിനാണ് ഓരോ വാക്കുകൾ അങ്ങനെ ഉണ്ടാക്കി ഒരു കാര്യത്തിന് ഒരു സംഭവം നടന്ന ഒറ്റ വാക്കിൽ പറയാൻ പറ്റണം, അല്ലാണ്ട് ഒരു 3-4 കാര്യം വേർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്ത് ഏതാണെന്ന് തന്നെ കൺഫ്യൂഷനാണ്. ക്രിഞ്ചന് ഒറ്റ പേരുള്ളൂ, ക്രിഞ്ചൻ. എല്ലാവർക്കും മനസ്സിലായി, വേറെ ഒന്നും വേണ്ട. അതുപോലെ അങ്ങനെ ഒറ്റ പേരുള്ളൂ. അപ്പൊ ക്രിഞ്ചൻ എന്തായാലും മെയിൻ താരായിരിക്കും. ആദ്യത്തെ വിഷയം തന്നെ ക്രിഞ്ചൻ VS റന ഫാത്തിമ. ഓക്കെ, പിന്നീട് ഉണ്ടാവുന്നത് ഗസ്റ്റുകൾ വന്നതിന് ശേഷമുള്ള സംഭവങ്ങൾ. ശോഭ ഷിയാസ് കരീം ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് കയറി വന്നത് ഇവരായിരുന്നു. അതെ, BB ഹൗസിലേക്ക്. BB ഷോയിലെ ക്ലാസിക് ടാസ്ക് BB ഹോട്ടൽ വളരെ നല്ല രീതിയിൽ പൊളിച്ചു കൊടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം. BB7 എല്ലാ മത്സരാർത്ഥികൾക്കും, സ്പെഷ്യൽ ഗസ്റ്റുകൾക്കും. അതെ, ഗസ്റ്റ്
മത്സരാർത്ഥികളെക്കാളും കൂടുതൽ ഗസ്റ്റുകൾക്ക്. അതെ, തീർച്ചയായും. എന്തിനാ വന്നേന്ന് പോലും മറന്നുപോയ ഗസ്റ്റുകൾ. അതെ, പിന്നെ മാന്യത കാരണം അവരെ വലിച്ചു കീറൂല. അതെ, ആ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഇവരെ തന്നെയാണല്ലോ, അതുകൊണ്ട് അവരെ വലിച്ചു കീറാൻ ചാൻസ് കുറവാണ്. അതിൽ ഫസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന സംഭവം ആദില നൂറ സംഭവം തന്നെ ആയിരിക്കും. അവിടെ പ്രപ്പോസ് ചെയ്യിപ്പിച്ചൊരു സംഭവം. അതെ, ശോഭ. അതെന്തായാലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. അതെ, അതിനെ കുറിച്ചൊന്ന് പറയും. പിന്നെ അതിലൂടെ ലക്ഷ്മിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, സാധ്യതല്ല. പക്ഷെ കുറവാണ്, എന്നാലും കാരണം എന്താ അറിയോ, ഒരൊറ്റ ഇല്ലയില് ചിലപ്പോ എല്ലാം ഇല്ലാതായി പോകും. അതെ, പിന്നീട് ചോദിക്കാനൊന്നും കിട്ടൂല. അതെ, വെറുതെ അവിടെ ഇരുന്നോട്ടെ, കല്ലെറിഞ്ഞ അത് പൊളിച്ചങ്ങ് വരും, കുത്തിയിട്ടേ പോകുള്ളൂ. തിരിച്ച് ഇങ്ങോട്ടാ കിട്ടുക. അപ്പൊ അതുകൊണ്ട് അത് സേഫ് ആയിട്ട് അത് അവിടെ തന്നെ വെക്കാനാ ചാൻസ്, അധികം ഇളക്കണ്ടാവും, തൊടാൻ ചാൻസ് ഇല്ല. അതെ. പിന്നെ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് അനീഷിനെ വേഷം കെട്ടിച്ചില്ലേ സ്ത്രീയുടെ, അതൊരു പ്രശ്നമായിരിക്കും. പിന്നെ അത് മാത്രല്ല, അതിന്റെ ഭാഗമായിട്ട് ആള് സമരം നടത്തിയില്ലേ, അതും മാപ്പ് പറയിപ്പിച്ചതും ഗസ്റ്റിനെ കരയിപ്പിച്ചതും ഇതൊക്കെ ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ വരും. ഇത് ഏത് രീതിയിലാണ് ചോദിക്കുക എന്നുള്ളത് കണ്ടറിയണം. പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ അനീഷിന് വരുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് ചോദിക്കുന്ന സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിരിക്കും ഇത്. അതേപോലെ തന്നെയാണ് അനിമോളെ മറ്റേ യക്ഷിയാക്കിയതും അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടായത്. അത് ചിലപ്പോൾ രസകരമായിട്ടായിരിക്കും ചോദിച്ചു പോകുന്നത്. മേ ബി എനിക്ക് തോന്നുന്നില്ല ഒരു ഹാർഷായിട്ടുള്ള രീതിയിൽ ഇതൊന്നും സംസാരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇതൊക്കെ ജസ്റ്റ് ഫണ്ണായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നടന്നല്ലോ എന്നുള്ളത് ഇങ്ങനെ ചോദിച്ച് അവരോട് രസകരമായിട്ട് ഇങ്ങനെ ആയിരിക്കൂ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കും. ആ രീതിയിൽ പോകാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ചിലപ്പോ ആ സമരം നടത്തിയതിന്റെ പേരിൽ ഒരു അഭിനന്ദനം ചിലപ്പോ അനീഷിന് കിട്ടാം. അതിലൂടെ മറ്റുള്ളവര് അങ്ങനെ ആയിരുന്നോ ചിലപ്പോ അഭിനന്ദനമായിരിക്കാം, ചിലപ്പോ നല്ല ചീത്തവിളിയായിരിക്കാം, പറയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അതിനുശേഷം പിറ്റത്തെ ദിവസത്തെ അതായത് ഗസ്റ്റ് വരുന്നതായിരുന്നു. യെസ്, അതായത് റിയാസ് സലീം ചൊറിയൻ. അപ്പോ ചൊറിയുമ്പോൾ ഷിയാസ് കരീമും ഷോവയും കയറി ചെന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി ഇങ്ങനെ നിൽക്കുക, ഒരു നെഗ് ഇവരെ ഉള്ളിൽ എന്തായാലും അടിച്ചിട്ടുണ്ടാവുമല്ലോ, എങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഭാഗമാണല്ലോ ശോഭ കരയുന്നതൊക്കെ, ഏത് ലെവലിൽ പോകുന്ന അറിയാത്തതുകൊണ്ട്. അപ്പോ ഷിയാസ് കരീം പറയണേ, റിയാസ് സലീമാണ് വരുന്നത്, ഭാഗ്യം, വേറെ ആര് വന്നാലും ഈ ഒരു ലെവലിൽ ഇങ്ങനെ രക്ഷപ്പെടാൻ അവസരം കിട്ടില്ല. അതുമല്ല, വേറെ കാര്യം പറഞ്ഞു, അത് ബിഗ് ബോസ് ഫസ്റ്റ് അനൗൺസ് ചെയ്യും നിങ്ങൾക്ക് പോകാൻ സമയം, അപ്പൊ തന്നെ പാക്ക് ചെയ്തോളൂ, സമയം കൊടുക്കരുത് നിൽക്കാൻ. ഇനി നമുക്ക് പ്രശ്നമല്ല, എല്ലാം റിയാസ് എല്ലാം അവൻ നോക്കിക്കോളും, നമുക്ക് കിട്ടേണ്ടതും ആള് തന്നെ ശിരസ വഹിച്ചോളുന്നു. അത് കറക്റ്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്, അത് അതേപോലെ ചെയ്യാന്ന് പറഞ്ഞ കാര്യത്തിൽ. അതായത് ഈ സീസണിന്റെ ഭാഗമേ അല്ല റിയാസ് സലീം, ഒരു ഗസ്റ്റ് ആയി വന്നതാ. പക്ഷെ ഈ സീസണിലെ മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ കണ്ടസ്റ്റന്റ് ഇപ്പൊ എവിക്റ്റ് ആയിട്ട് പോയിട്ടുള്ള പലരും ഉണ്ട്. മസ്താനിയൊക്കെ അത്രത്തോളം വാങ്ങിയിട്ട, മസ്താനിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവം വിളി കേട്ടിട്ടാണ് റിയാസ് സലീമിനെ അങ്ങോട്ട് അകത്തേക്ക് വിട്ടതെന്ന് കേൾക്കുന്നുണ്ട്, തോന്നുന്നുണ്ട് അല്ലേ? അതായത് മസ്താനിയുടെ നെഗറ്റീവ് ഒക്കെ എവിടെയോ പോയി, ഫുള്ള് റിയാസ് സലീമാണ് ഭരിക്കുന്നത്. മസ്താനി ഒന്നും ഇല്ല, മസ്താനിയൊക്കെ ഔട്ടായി, ഫീൽഡിൽ നിൽക്കുന്നത് റിയാസാണ്. റിയാസ് ഇങ്ങനെ പറക്കുന്നുണ്ട്, എന്ത് രസമല്ലേ ആ പറക്കല് കാണുമ്പോൾ, മനസ്സിനൊരു സുഖം. പിന്നെ ഇത് ശീലമുള്ളതാണ്, പറന്ന് ശീലമുള്ള ആളാണ് റിയാസ്. അതുകൊണ്ട് ആൾക്ക് പിന്നെ അതൊരു വിഷയമല്ല, പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷം ആളിങ്ങനെ പോകുന്ന കാണുമ്പോൾ എയറിലേക്ക്. എന്തായാലും ലക്ഷ്മി ഒന്ന് പറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസമാണ് റിയാസ് സലീം അവിടെ അകത്തുണ്ടായത്. ആ 2 ദിവസവും ശരിക്കും അറിഞ്ഞു. എല്ലാവരും ലൈവായിട്ട് കാണുമായിരുന്നു. ഒരാളും മിസ്സാക്കിയിട്ടില്ല. ഇല്ല, ലക്ഷ്മി തീരെ മിസ്സാക്കിയിട്ടില്ല, ഒരവസരം പോലും. ഒട്ടക്കട്ട സമയത്തൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളുടെ അടിഞ്ഞാട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ടൊരു ഘോഷയാത്രയായിരുന്നു. അടുത്ത ദിവസം അമ്പോ ഷാനവാസിന്റെ അഴിഞ്ഞാട്ടം, അത് വലിച്ചു കീറി 2 ആയിട്ട് 2 ദിക്കിലേക്ക് എറിയാന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് സംഭവിച്ചത്. ഷാനവാസ്, അനീഷിന്റെ വക മറ്റൊന്ന് ശരിക്കും കിട്ടി, ആ തലങ്ങും വിലങ്ങും കിട്ടി. അനീഷിന്റെ വക കിട്ടിയപ്പോ ഏത് നേരത്താണോ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. അതായത് ഓടി ബിഗ് ബോസ് ഹൗസ് ഫുള്ള് ഓടി. ശരിക്കും ആരും കണ്ടിട്ടില്ല ബിഗ് ബോസ് ഹൗസിനുള്ള എല്ലാ ദിക്കുകളും. സത്യത്തിൽ പറയാം, അതായത് ഒരാളെ ഭാഗത്ത് അടി കിട്ടുമ്പോഴേ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകല്ലോ, പിന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള സമയമുണ്ട്, പിന്നെ അടുത്ത കിട്ടുള്ളൂ. ഇത് അനീഷും ഷാനവാസും അടിക്കുന്നുണ്ട്, ഇവിടെ വന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടുന്ന് കിട്ടും, അവകാശം കിട്ടിയിട്ടില്ല. തലങ്ങും വിലങ്ങും അടി ഭയങ്കരമായിട്ട് ഈ ഷാനവാസും
അനീഷും നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ. അതെന്തായാലും ആ ഗസ്റ്റിനെതിരെ ആയതുകൊണ്ട് ആ രീതിയിൽ ഒരു ചോദ്യം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ചില അഭിനന്ദനങ്ങൾ കിട്ടാനും സാധ്യത. അത് ചില സമയങ്ങളിൽ അവരുടെ ഗെയിം പക്കയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളിക്കണം എന്നുള്ളത്. അതായത് ഇവിടെ പാർഷ്വാലിറ്റി ഉണ്ടായിരുന്നു റിയാസ് സലീമിന്. പിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഗസ്റ്റ് എന്നുള്ളത് മറന്നിട്ട് കണ്ടസ്റ്റന്റായി മാറി. അതെ. പിന്നെ പ്രൊവോക്കിങ്ങിന്റെ ഒക്കെ ലെവല് വേറെ തലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് ആളാ പ്രൊവോക്ക് ആയത്, അത് വേറെ കാര്യം. ട്രിഗർ ചെയ്യാൻ നോക്കിട്ട് എല്ലായിടത്തും അങ്ങനെ പോയിട്ട് സ്വന്തം പ്രൊവോക്ക് ആവുക, എന്നിട്ട് ആകെ എക്സ്പോസ് ആയി പറഞ്ഞു. അല്ല, എക്സ്പോസ് ആകുന്നില്ല റിയാസ് സലീം, ആൾറെഡി എക്സ്പോസ്ഡ് ആണ്. ഓക്കെ, അപ്പോ അത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ മെയിൻ വിഷയമായിട്ടുള്ള നെവിൻ ഷാനവാസ് വിഷയം, അതെന്തായാലും ചോദിക്കും. അത് ഈ വീക്കെൻഡിലെ ഹൈലൈറ്റ് ചെയ്യാൻ പോണ സാധനം അതായത് അത് ഏത് രീതിയിലാണ് അവര് കൈകാര്യം ചെയ്യുന്നത്, അതെ, തീരുമാനം എടുക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതായിരിക്കും ഈ വീക്കെൻഡിലെ ഏറ്റവും മെയിൻ ആയിട്ട് വരാൻ പോണ വിഷയം. ഇതെന്താ അറിയോ, ഏത് രീതിയിൽ ഇതിനെ സമീപിക്കും അവര്. ചിലപ്പോ ചെറിയ രീതിയിൽ ഒരു പാളിച്ച വന്നാൽ അപ്പ കൈകൊള്ളും, അങ്ങനത്തെ ലെവൽ പരിപാടിയാണ്. തൊട്ടാ പൊള്ളുന്ന കേസാണ് ഇത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത് ഭയങ്കര ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ സെൻസിറ്റീവാണ്. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെ ഏത് ഭാഗത്തേക്ക് അത് ആഞ്ഞടിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ വീടിനുള്ളിൽ ഒരു പീഡനം നടന്നു എന്നുള്ളത് വരുത്തി തീർക്കാൻ അവരെന്തായാലും ശ്രമിക്കൂല. കാരണം അത് ആ ഷോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള നെഗാവും എന്നുള്ളത് കൊണ്ട് തന്നെ വിഷ്വലൊന്നും കാണിച്ച് ഇത് നടന്നിട്ടുണ്ട് എന്ന് കാണിച്ച് നവീനെ പുറത്താക്കുന്ന ലെവലിലേക്ക് ഇത് പോവില്ല. പക്ഷെ ഒരു ശിക്ഷ പോലെ ആൾക്ക് വോട്ടിങ്ങിന്റെ രീതിയിൽ കുറച്ച് കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളെ ഇപ്പോ ആവശ്യമല്ല, ബോറായിട്ടുണ്ട്, ആളുടെ എന്റർടൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ എന്തായാലും നവീൻ അവിടെ ആവശ്യമില്ല എന്നുള്ള ലെവലിലേക്ക് വരുമ്പോ മേ ബി എവിക്റ്റാക്കി വിടാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് ഇത് വേറെ രീതിയിൽ അങ്ങ് മെല്ലെ അങ്ങ് ഒതുക്കാനുള്ള സാധ്യത കാണുന്നു. എന്താണെങ്കിലും ഇത് തന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതെന്തായാലും അത് തന്നെയായിരിക്കും. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വീക്കിലുണ്ടായിട്ടുള്ള ഈ ഫുഡിന്റെ പ്രശ്നത്തിലുള്ള ഇന്നലെ ഉണ്ടായ വിഷയം. അതൊക്കെ അതെന്തായാലും അതായത് ജിഷിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമുണ്ട്. പലതരം കാർഡുകളെ കണ്ടിട്ടുണ്ട്, വിധവാ കാർഡ്, പട്ടിണി കാർഡ്, പാസം കാർഡ്, ഒരുപാട് കാർഡുകളുണ്ട്. പക്ഷെ ആദ്യമാണ് വെജിറ്റേറിയൻ കാർഡ് കാണുന്നത്. അത് ഏതാണ്, എന്ത് മോനെ, അത് എന്ത് തരം പുതിയ ഐറ്റം ആണല്ലോ എന്നൊക്കെ. പക്ഷേ കണ്ടന്റ് കൊള്ളാം കേട്ടോ, കണ്ടന്റ് കൊള്ളാം. നിന്റെ ഇൻസ്റ്റയിൽ നീ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബീഫ് കഴിക്കുന്ന ഫോട്ടോ ഒക്കെ അത് കൊള്ളാം. അത് ഇവിടെ അങ്ങനെ ജനിച്ചതിന് ശേഷം ഇതുവരെ മുട്ട പോലും കഴിച്ചിട്ടില്ല എന്നാണ് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്. എന്താണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളും ഈ ഒരു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക്, ഒനീലിന്റെ, അതായത് ഒനീൽ, ആദില, പിന്നെ ജിസേൽ, ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നത്. അപ്പോൾ അതിൽ ഒണിയിൽ ജയിച്ചതും അതിലൂടെ ആളുടെ ആ ഡാൻസ് ഉണ്ടായിരുന്നില്ലേ, അത് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ആളുടെ ആ ഒരു ജയിച്ചതുമായി ബന്ധപ്പെടുത്തി, അതായത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വരാൻ കാരണം എന്താ, ആളുടെ മികച്ച പെർഫോമൻസ് ആണല്ലോ മറ്റുള്ളവർ തെരഞ്ഞെടുത്തത്. ജിസേലിന്റെ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല, അത് പോട്ടെ. അപ്പോ ലക്കിന് അത് ജിസേലാണല്ലോ, ഇവരെല്ലാരും കൂട്ടത്തിൽ ഇവരുടെ ആൾക്കാരാണ് കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട് ആൾക്ക് എപ്പോഴും ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒണീലിന്റെ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞ് ഇതിലൂടെ ഈ ടാസ്കിൽ വളരെ രീതിയിൽ മികച്ചു നിന്നുള്ളതും, പിന്നെ ലക്ഷ്മിയോട് ആളുടെ കുറച്ച് ഈ LGBTQ കമ്മ്യൂണിറ്റിന്റെ പ്രശ്നം റിയാസുമായിട്ടുണ്ടായപ്പോ ആളുടെ ഇടപെടലും ആളുടെ കുറച്ച് ഡയലോഗിനെ കുറിച്ചും പറയാൻ സാധ്യത ഉണ്ട്. പിന്നെ കുറച്ച് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് പോസിറ്റീവായിട്ട് തന്നെ ഒനീലിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. ചിലപ്പോ അഭിലാഷിനെയും ഒണീലിനെയും തമ്മില്, അതായത് ഇത് നല്ലതല്ല എന്നുള്ളത് ചെറിയ സൂചന കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊന്ന്, അനീഷ്, ഷാനവാസ്, ഇവരുടെ ആ കോംബോ ഉണ്ടല്ലോ, അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സാധനം കാണിച്ചില്ല. അതായത് നമ്മുടെ റിയാസ് ചെയ്യിപ്പിച്ച ഒരു സംഭവം, ഐ ലവ് യു ഡിയർ ഫ്രണ്ട് എന്ന് പറയിപ്പിച്ച് ആ ഒരു സാധനം, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അനീഷ് ഇപ്പൊ എങ്ങനെയുണ്ട്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വാല്യൂ, അങ്ങനത്തെ ഒരു സംഭവം, ആ ഒരു സുഖം എങ്ങനെയുണ്ടെന്നുള്ള ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് പറഞ്ഞിട്ട് പോയൊരു സംഭവം ഉണ്ടായിരുന്നു, മിക്കവാറും ചോദിക്കും, അതായത് ഇനി വീട്ടിൽ കയറ്റുമെന്ന്. അതെ തീർച്ചയായും അതിനെന്ത് മറുപടി പറയുന്നത്. ഈ പല സംഭവങ്ങൾക്കും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവരുടെ തമ്മിലുള്ള ഇപ്പൊ ഇന്നലത്തെ ഇഷ്യൂവിന്റെ ആണെങ്കിൽ പോലും, നെവിന്റെ ഇഷ്യൂലാണെങ്കിൽ പോലും ഷാനവാസ് പറയുന്ന ഒരു സംഭവം ഉണ്ട്, എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അനീഷിനെ എനിക്കത് ബോധിപ്പിക്കണം എന്ന്. പക്ഷെ
അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഉണ്ടല്ലോ, അത് ഭയങ്കര തീവ്രമായിട്ട് അത് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് അക്ബറിന്റെ ടീമേ, അക്ബറിന്റെ PR ടീം എല്ലാത്തിലും കേറിയിട്ട് ഷാനവാസ് അനീഷിനെ ചതിക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം. ഞങ്ങള് ലൈവിൽ ഇത് കണ്ടിട്ടില്ല, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയയും പിന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ ഫുള്ള് ഇതാ ഞെട്ടിപ്പോയേ. എപ്പോ ഇതാ ഞങ്ങള് ചിന്തിച്ചു, ഇതെപ്പോ എപ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഈ ചെന്നൈയുടെ ഒരു ക്രൂക്കഡ് മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡിലൂടെയാണ് ആളുടെ PR ടീം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെ തെറ്റിക്കുക എന്നുള്ളതാണ് ഇപ്പം അവരുടെ ഏറ്റവും, അതായത് രണ്ടുപേർക്കും ഫാൻസ് ഉണ്ട്. ഈ രണ്ട് ഫാൻസും ഒന്നായി കഴിഞ്ഞാൽ മറ്റുള്ളവരാരും ഒന്നുമല്ല അതിന് മുന്നില്, അത് വേറെ സത്യമാണ്. അപ്പം ഇവരെ രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ള രീതിയിൽ സംഭവം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളകത്ത് എന്താണ് ചെയ്യുന്നത്, ഇവര് പുറത്തും മാനിപ്പുലേറ്റ് ചെയ്യുക. പിന്നെ വേറെ കാര്യമുണ്ട്, വേറെ ഒന്നും ഇല്ല, ഇവർക്ക് ഒന്നും കിട്ടാനില്ല. അപ്പൊ ആകെ കിട്ടാനുള്ള ഒന്നേ ഉള്ളൂ, അനൗൺസ്മെന്റ്. അതെ, നിങ്ങൾക്ക് അക്ബറിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ആളുടെ അനൗൺസ്മെന്റ് വരുന്നുണ്ട് അവിടെ. എന്തെങ്കിലുമൊക്കെ എന്ത് ടാസ്ക് വന്നാലും അത് എടുത്തിട്ട് മറ്റേ കിരീടൊക്കെ വെച്ച് കൊടുത്തിട്ടേ ഫേസ്ബുക്കിൽ ഇടുന്ന സാധനം ഉണ്ടല്ലോ, അനൗൺസ്മെന്റ് രാജാവ്, അനൗൺസ്മെന്റ് കിങ്, അതായത് വൈൽഡ് കാർഡ് കിങ് എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അനൗൺസ്മെന്റ് കിങ്. മലയാളം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് കിങ് അക്ബർ ഖാൻ. ധൈര്യമായിട്ട് കിട്ടും, നല്ല ഫാൻ. അത് സത്യം തന്നെയാണ്, അത് അറിയാത്തോണ്ടാ. നിങ്ങൾ ശരിക്കും ലൈവ് ഉണ്ടോക്കെ, എപ്പോഴും ഇതേ ഉള്ളൂ, ആൾക്ക് ഇതേ പറയാനുള്ളൂ. കിരീടവും കൊടുക്കും, ചെങ്കോലും കൊടുക്കും. അതെ, അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല കേട്ടോ, അതൊക്കെ ആൾക്ക് അർഹതപ്പെട്ടതാണ്. അതെ, എന്താണെങ്കിലും പിന്നെന്താ ചോദിക്കാൻ സാധ്യത ഉള്ളത്? പിന്നിപ്പം വേറെ കുത്സിതങ്ങളൊന്നും നടന്നിട്ടില്ല. കുത്സിതങ്ങളല്ലാതെ നല്ല രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഒരു 3-5 ആഴ്ചയായിട്ട് ലാലേട്ടനും കുത്സിതം മാത്രമേ ഉള്ളൂ സംസാരിക്കുക, വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിച്ചത്. അല്ല മക്കളെ, നിങ്ങൾ നന്നാവോ? എനിക്ക് VPN ഒന്ന് ഓഫാക്കി വെക്കാനാണ്. നിങ്ങളുടെ ഇത് അറിയണം, നിങ്ങളോട് വല്ലതും ചോദിക്കണമെങ്കിൽ എനിക്കിത് കാണണം. ഇത് കാണണമെങ്കിൽ ഇപ്പൊ VPN ഓൺ ആക്കണം. VPN ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതെല്ലാം മറ്റു രീതിയിലുള്ള സംഭവങ്ങളും. എന്താണെങ്കിലും എന്താ പറയാ, ഇന്നിനി പ്രമോസ് വരാനുണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രമോ കണ്ടിട്ട് ബാക്കി കൂടി മനസ്സിലാക്കാം. എന്തായാലും ഷാനവാസിനെതിരെ ഇവരുടെ നീക്കം എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് ഊഹിക്കാനൊന്നും പറ്റൂലല്ലോ ഏത് രീതിയിലായിരിക്കും. അതെ. പിന്നെ ഷാനവാസിനെ ഇവര് ഒറ്റാനോ അല്ലെങ്കിൽ അടിച്ചമർത്തി ഇല്ലാതാക്കാനോ ശ്രമിക്കൂല. കാരണം ഇവരുടെ ഷോ ഇപ്പോൾ ഏതാണ്ട് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ഷാനവാസ്, അനീഷ്, അനുമോൾ, ആ ഒരു ലെവലിൽ ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ 1-2 സാധനം അങ്ങനെ ആ ലെവലിലേക്കാ. അപ്പൊ തീർച്ചയായിട്ടും അതിന് സാധ്യത ഇല്ല. അപ്പൊ തീർച്ചയായും അപ്പുറത്തൊരു ടീമിനെ എടുക്കും. ഏത്? ആദില നൂറ ടീമിന്റെ. നൂറയുടെ പോസിറ്റീവായിട്ടുള്ള വശം കാണിക്കുകയും ആദിലയുടെ നെഗറ്റീവായിട്ടുള്ള വശം കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് എക്സ്പോസ് ചെയ്തിട്ടിട്ട് അത്ര അഹങ്കാരം വേണ്ട, കുറച്ചൊന്ന് കുറക്കാമെന്നുള്ള ലെവലിലേക്ക് ബിഗ് ബോസ് ചിലപ്പോ ചില കരു നീക്കിയേക്കാം. അതിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതെ, കാരണം ഈ ഡബിൾ സ്റ്റാൻഡ് പലരും അവിടെ വിളിച്ചു പറഞ്ഞതാണ്, ആരുടെ? ആദിലയുടേത്. അപ്പൊ തീർച്ചയായും അതിലേക്കൊരു ചോദ്യം വരാം. കാരണം ഇത്രയും വലിയൊരു ഇഷ്യൂ നടക്കുമ്പോൾ അന്നത്തെ പുതപ്പ് വിഷയവും ഉണ്ടാവാൻ കാരണം, ഇപ്പത്തെ ഏറ്റവും വലിയ മറ്റൊരു കുൽസിത പ്രശ്നം നടക്കാൻ കാരണമായത് ആദിലയാണ് മെയിൻ ചരട് വലിച്ചിരിക്കുന്ന ആദിലയാണെന്നുള്ളത് ഏകദേശം കുറെ പേർക്കൊക്കെ മനസ്സിലായി. അപ്പൊ അതൊന്ന് ചിലപ്പോ ലാലട്ടനും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കളി മൊത്തത്തിലൊന്ന് മാറാനുള്ള സാധ്യത ഉണ്ട്. മേ ബി ഒന്ന് നേരെ താഴേക്ക് അല്ലെങ്കിൽ ഒന്ന് മാറി നല്ല രീതിയിലേക്ക് വന്നേക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. അതെ, എന്താ ചോദിക്കാൻ പോണത്. അതെ, അപ്പൊ എന്തായാലും ഷാനവാസിനെ താഴ്ത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റീല് പോലും 1 man ഷോ എന്നുള്ള രീതിയിലാണ്. റിയാസ് ഗസ്റ്റായി വന്ന ആ സാധനത്തിനെ പോസിറ്റീവായിട്ട് റിയാസിന്റെ പല സാധനങ്ങളും കാണിക്കാതെ ഫുള്ള് ഷാനവാസ് സ്കോറുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് 1 man ഷോ എന്നുള്ള രീതിയിൽ റീൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവർ ആ രീതിയിൽ അത് എക്സ്പോസ് ചെയ്ത് അതിൽ മെയിൻ കണ്ടന്റ് ആക്കി ആൾക്കാരെ ആകർഷിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഷാനവാസിന് അങ്ങനെ അങ്ങ് ഒതുക്കാനുള്ള സാധ്യത ഇല്ല. എന്താണെങ്കിലും വേറൊരു കാര്യം, ഒറ്റ കാര്യം പറയാനുള്ളൂ, എന്താണെങ്കിലും എപ്പിസോഡ് കൊഴുക്കും. അതെ, തകർക്കും, ഉറപ്പാണ്. അതെന്തായാലും ഞങ്ങളുടെ ക്രിഞ്ചൻ തൂക്കും. നോക്കിയിരിക്കത്തേ ഉള്ളൂ ക്രിഞ്ചന് തൂക്കാൻ. നോക്ക്, ഇതൊക്കെ ക്രിഞ്ചന്റെ പല ഗെയിം സ്ട്രാറ്റജികളാ. ലാലട്ടനൊക്കെ കാണിക്കലുണ്ടല്ലോ. അല്ല മോനെ,
അനീഷ് എന്തോ സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടെ പ്ലാസ്മ ടിവിന്റെ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ടെന്നല്ലോ. അങ്ങനെ നന്നായിട്ട് ഉറക്കമൊക്കെ കിട്ടിയോന്ന് ചോദിക്കും ചിലപ്പോ. ഓക്കെ, എന്താണെങ്കിലും കാത്തിരിക്കാം.